സാറ് ഏതാണ്ട് കാൽ നൂറ്റാണ്ടിലധികമായി തിരുവനന്തപുരം നഗരസഭയിലെ ഒരു നിറഞ്ഞ സാന്നിധ്യമാണ് പി അശോക് കുമാർ. താമര വിരിയിച്ച് ആദ്യത്തെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 കൗൺസിലർമാർ, അതിൽ അധ്യാപക വൃത്തിയിൽ നിന്ന് ജനപ്രതിനിധിയിലേക്കുള്ള ഒരു മാറ്റം അങ്ങനെ തുടങ്ങിയതാണ്. അങ്ങ് പേട്ട വാർഡിൽ നിന്ന് മത്സരിക്കുകയാണ്. കഴിഞ്ഞ തവണ പാൽക്കുളങ്ങരയിൽ കൗൺസിലറായിരുന്നു. അപ്പോൾ പാൽക്കുളങ്ങര വാർഡ് പേരൊക്കെ മാറ്റി പെരുന്താന്നി എന്നാക്കി. അപ്പോൾ അങ്ങേക്ക് മാത്രമല്ല അത് വനിതാ വാർഡായി. അപ്പോൾ സാറിന് ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നു. എങ്ങനെയുണ്ട് സാർ ഇത്രയും ദിവസത്തെ പ്രവർത്തനം കൊണ്ട് സാറിന് ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സാധ്യതകളെക്കുറിച്ച് സാറിന്, ഞാൻ അങ്ങയുടെ വ്യക്തിപരമായ ഇതല്ല ഉദ്ദേശിച്ചത്, BJPയുടെ സാധ്യതകളെക്കുറിച്ച് സാറിനൊന്ന് പറയാമോ? ഞാൻ ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ, 3 അസംബ്ലി ഇലക്ഷൻ, 5 നഗരസഭാ ഇലക്ഷൻ ഇത്രയും അഭിമുഖീകരിച്ച ഒരു വ്യക്തിയാണ്. ഇത്രയും നാളത്തെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്രയും വലിയൊരു സ്വീകാര്യത എനിക്ക് കിട്ടിയത് പേട്ടയിലാണ്. കാരണം ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും ഞാൻ പഠിപ്പിച്ച എൻ്റെ വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഗുരുദക്ഷിണയായിട്ട് എനിക്ക് വോട്ട് തരണം എന്നാണ്. ഏതാണ്ട് 700 വിദ്യാർത്ഥികൾ ഇപ്പം ഞാൻ ഓരോ വീട്ടിലും പരിചയപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, ഈ വാർഡ് ഇത്തവണ BJP പിടിച്ചെടുക്കും. ഇവിടെ UDFും ജയിക്കില്ല, LDFും ജയിക്കും. അട്ടിമറി വിജയം, അതിന് യാതൊരു സംശയമില്ല. കാരണം എനിക്ക് അത്ര ഓരോ ദിവസം രാവിലത്തെയും വൈകിട്ടത്തെയും ഈ വീട് സന്ദർശനം കഴിയുമ്പോൾ അത്രയേറെ സംതൃപ്തിയാണ് എൻ്റെ മനസ്സിലുണ്ടാകുന്നത്. കാരണം ഞാൻ എത്രയോ ഇലക്ഷൻ ഫേസ് ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷെ അവിടെ ഒന്നും ഇല്ലാത്ത ഒരു സ്വീകാര്യത ഇവിടെ തന്നെ കണ്ടോ. എത്ര പേരാണ് എൻ്റെ കൂടെ വരുന്നതെന്നറിയാമോ? ഒരു സ്ക്വാഡിൽ ഇറങ്ങുമ്പോഴത്തേക്ക് 30-32 പേരാണ്. നമുക്ക് നടക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിലാണ് നമ്മളുടെ സ്ക്വാഡ്. അത് പേട്ടയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഇവിടെ വേറൊരു കാര്യം എനിക്കുള്ളത്, ഞാൻ പാൽക്കുളങ്ങര വാർഡിൽ 4 പ്രാവശ്യമായിട്ട് കൗൺസിലറാണ്. അവിടെ ആ പാൽക്കുളങ്ങര വാർഡുമായിട്ട് പേട്ട താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ കരയേണ്ട ഗതികേടാണ്. അതാണ് സാർ അടുത്ത ചോദ്യം. എന്താണ് ഈ പേട്ടയിലേക്ക് സാറിന് സ്പെഷ്യലായിട്ട് മുന്നോട്ട് വെക്കാൻ കഴിയുന്നത്? എന്തൊക്കെ ഇവിടെ നേരെ ചൊവ്വേ നടക്കാൻ കഴിയുന്ന റോഡുകളൊന്നുമില്ല. കാരണം ഇത് നമ്മുടെ എയർപോർട്ടിന് വളരെ അടുത്താണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷന് വളരെ ഇടവഴികളിൽ കയറിയാൽ സത്യം പറഞ്ഞാൽ നേരെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ മൂട്ടി വീണത്. ആ രീതിയിലാണ് ഇവിടുത്തെ ഇടവഴികൾ. ഇന്നലെ ഞങ്ങൾ ഒരു സ്ഥലത്ത് വോട്ട് ചോദിക്കാനായിട്ട് പോയപ്പോൾ കയറാൻ നിവൃത്തിയില്ല. മുട്ടോളം വെള്ളം, ടോപ്പിൽ ലൈൻ എന്നാണ് ആ ലൈൻ്റെ പേര്. ഞങ്ങൾ ഇന്നും അവിടെ പ്രതീക്ഷിച്ചിട്ട് ഇന്നും വെള്ളം പോയിട്ടില്ല. അവസാനം ഞങ്ങൾ തൂണി പിടിച്ച് ഒരുമാതിരി അണ്ണാൻ പോകും പോലെയാണ് ഞങ്ങൾ വന്നത്. അത്ര ദയനീയ സ്ഥിതിയാണ്. അതുപോലെ നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. ടാക്സ് കൊടുക്കുന്നതിൻ്റെ ഒരു വീതം എന്ന് പറയുന്നത് ഡ്രെയിനേജിന് വേണ്ടിയിട്ടാണ്. ഇവിടെ പല സ്ഥലത്തും ഡ്രെയിനേജ് എത്തിയിട്ടില്ല, പല സ്ഥലത്തും കുടിവെള്ളം എത്തിയിട്ടില്ല. രാവിലെ അല്പം കുടിവെള്ളം കിട്ടിയാൽ പിന്നെ അവർ പറയുന്നത് തുറന്നു കഴിഞ്ഞാൽ ഷൂ എന്നുള്ള ശബ്ദമാണ് കേൾക്കണം. കുടിവെള്ളമില്ല. എന്തിനേറെ പറയുന്നു മാലിന്യ സംസ്കരണത. എൻ്റെ കൂടെ വന്നാൽ കാണിച്ചു. ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് ഇടവഴികളിൽ കയറി. സത്യം പറഞ്ഞാൽ മാലിന്യം കുമിഞ്ഞു കൂടി കിടക്കുകയാണ്. എന്തിനീ ഹരിതകർമ്മസേന? അവർ നമ്മൾ മാസം തോറും പൈസ കൊടുക്കുന്നവരാണ്. അവർ വേണ്ട ഇതൊക്കെ ചെയ്ത് ഈ റോഡിൻ്റെ ഇടവഴികളിൽ കയറിയാൽ മാലിന്യ കൂമ്പാരത്തിൻ്റെ ഫോട്ടോ നമുക്ക് എടുക്കാം. അപ്പോൾ മാലിന്യ സംസ്കരണം ഈ വാർഡിൽ നേരെ നടക്കുന്നില്ല. സമ്പൂർണ്ണ പരാജയം. അതുപോലെ വൈദ്യുതി, പല ഭാഗത്ത് ഇലക്ട്രിക് പോസ്റ്റ് ഇല്ല. രാത്രിയായി കഴിഞ്ഞാൽ അല്പം കാഴ്ച കുറവും ഇതുമൊക്കെ ഉള്ളവർക്ക് നടക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് ഇവിടെ. അത്ര ഇരുട്ടാണ്. ഇനി കൊതുകിൻ്റെ ശല്യം. ഇതാ എൻ്റെ കൈ കണ്ട കൊതുക് അടിച്ചാണ് കണ്ട. എൻ്റെ പാൽക്കുളങ്ങര വാർഡിൽ വന്ന് നോക്കണം, ഇതൊന്നും സംഭവിക്കില്ല. അങ്ങ് പാൽക്കുളങ്ങര വാർഡിലാണല്ലോ, അറിയാലോ. അതുപോലെ തന്നെ ഡ്രെയിനേജ്, നമ്മൾ ടാക്സ് കൊടുക്കുന്ന ഡ്രെയിനേജിന് ഒരു വീതം ഡ്രെയിനേജിന് വേണ്ടിയിട്ടാണ്. ഇവിടെ പലയിടത്തും ഇല്ല. ഇങ്ങനെ നോക്കി. അതുപോലെ പാവപ്പെട്ടവർക്ക് ഭവന നിർമ്മാണ പദ്ധതിയുണ്ട്, വസ്തു വാങ്ങിച്ച് വീട് വയ്ക്കുന്ന പദ്ധതിയുണ്ട്, മേൽക്കൂര മാറ്റുന്ന പദ്ധതിയുണ്ട്. ഇവിടെ എൻ്റെ കൂടെ വന്നാൽ കാണിച്ചു തരാം. പോളിത്തീൻ കൊണ്ട് മേൽക്കൂര ഉണ്ടാക്കി അതിനകത്ത് കഷ്ടപ്പെട്ട് കഴിയുന്ന കുടുംബം. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾ കണ്ടത് മേൽക്കൂര പോളിത്തീനും ഇല്ല, വെറും ഫ്ലക്സ് വെച്ച് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ താഴെ അമ്മയും അച്ഛനും മകളും കഴിയുന്നു. ദയനീയ. ഞാൻ കരഞ്ഞുപോയി. എൻ്റെ വാർഡിലൊന്നും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇവിടെ BJP അല്ല ഭരിച്ചത്. ഈ വാർഡിൽ അധികാരം ഏറ്റെടുത്ത് ഇതുവരെ ഭരിച്ചിട്ട് 1942 തൊട്ട് 2025 വരെ ഈ വാർഡിലെ കൗൺസിലർമാരായിരുന്ന ഒന്നീ കോൺഗ്രസ്,
അല്ലെങ്കിൽ അവരുടെ നേതൃത്വം നൽകുന്ന മുന്നണി, അല്ലെങ്കിൽ എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന മുന്നണി ഇവരെന്ത് ചെയ്ത് ഈ വാർഡിൽ? ഇന്ന് LDF സ്ഥാനാർത്ഥിയുടെ വീട്ടിൻ്റെ മുമ്പ് ചെന്നപ്പോൾ അവിടെ മുന്നോട്ട് പോകാൻ വയ്യ, വെള്ളക്കെട്ട്. ആവശ്യത്തിന് ഓട നിർമ്മിച്ചിട്ടില്ല, ആവശ്യത്തിന് മഴക്കുഴി ഉണ്ടാക്കിയിട്ടില്ല. ഈ വെള്ളം വാർന്നു പോകാൻ എന്തെങ്കിലും സംവിധാനം ഇവിടെ ഉണ്ടാക്കണ്ടേ? ഈ വാർഡിൽ ഇപ്പോഴത്തെ LDF കൗൺസിലർ എന്ന് പറയുന്നത് സുജാദേവി. അവരാണ് ടൗൺ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ. ഈ നഗരത്തിൽ എങ്ങനെയൊക്കെ വികസനം ഉണ്ടാക്കണമെന്ന് പഠിപ്പിച്ച് മനസ്സിലാക്കി കൗൺസിലർമാരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ആളാണ് സുജാദേവി. അവരുടെ വാർഡിലെ കാര്യമാണ് ഞാനിത് പറയണം. CPM-ന്റെ അതെ. ഇങ്ങനെയുള്ള LDF-നും UDF-നും നമ്മൾ എപ്പോഴും രാഷ്ട്രീയം നോക്കി വോട്ട് കൊടുത്താൽ ഈ നാട് നശിച്ച് നാമാവിശേഷം. ഞാനൊരു സംശയം ചോദിക്കുന്നതാണ്. സ്മാർട്ട് സിറ്റി പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. ഇവിടെ പലയിടത്തും നമുക്കതിൻ്റെ തെളിവ് കാണാം. തെക്കാടൊക്കെ നമ്മളത് കാണുന്നതാണ്. പല റോഡുകളും പല പദ്ധതികൾ അതുമായി ബന്ധപ്പെട്ട് നഗര നവീകരണം, നഗരത്തിലെ സ്ത്രീകളുടെ സുരക്ഷ, അതുപോലെ യാത്രക്കാരുടെ സുരക്ഷ, ഇതിനൊക്കെ വേണ്ടി വലിയ പദ്ധതിയാണ്, വലിയ ഫണ്ടും വന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടത് പേട്ടയിലേക്ക് അതൊന്നും എത്തിയില്ല? ആവശ്യപ്പെടണ്ടേ? ഇത് ഇവിടുത്തെ വാർഡ് കൗൺസിലിൽ ഉന്നയിച്ച് ആ കൗൺസിലിലെ പ്രമേയം പാസാക്കി കേന്ദ്ര ഗവൺമെൻറ് അറിയിക്കണം. അത് ചെയ്യാൻ ഇവിടെ കഴിവുള്ള LDF-ന്റെ കൗൺസിലർ ഇല്ലാതായിപ്പോയി. ഇനി അവർക്ക് കൊടുത്താൽ ഇത് തന്നെയായിരിക്കും സംഭവം. സാറ് ജയിച്ചു വന്നാൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പ്രയോജനം പേട്ടയിലെ വോട്ടർമാർക്ക് കിട്ടും. ഞാൻ ജയിച്ചു വന്നാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് ടാർപ്പാളിനിട്ട് കഷ്ടപ്പെട്ട് എപ്പോൾ വേണോ മരണം സംഭവിക്കാവുന്ന രീതിയിൽ കഴിയുന്ന വീടുകൾ മുഴുവൻ കണ്ടുപിടിച്ച് അവർക്ക് ഒന്നാം തരം ഭവനം കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിച്ച് വച്ചു കൊടുക്കും. 1. 2, ഡ്രെയിനേജ് ഇല്ലാത്ത ഭാഗത്ത് മുഴുവൻ ഡ്രെയിനേജ് എത്തിക്കും. ടാക്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വൈദ്യുത പോസ്റ്റുകൾ ഇല്ലാത്തടത്ത് വൈദ്യുത പോസ്റ്റുകൾ നാട്ടി അവിടെ ബൾബിട്ട് പ്രകാശമാനമാക്കും ഈ വാർഡിനെ. അതുപോലെ തന്നെ കുടിവെള്ളം, മുഴുവൻ സമയം കുടിവെള്ളം കിട്ടാവുന്ന ഒരു സംവിധാനം ഈ വാർഡിലുണ്ടാക്കും. പ്രധാനമന്ത്രിയുടെ വിവിധ തരം പദ്ധതികളുണ്ട്. അത് മുഴുവൻ ഈ വാർഡിലെ പാവപ്പെട്ടവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അത് കൊണ്ടുവരുവാൻ ഞാൻ ശ്രമിക്കും. ഞാൻ കൗൺസിലറായി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ എന്നെ ഫോണിൽ വിളിച്ചാൽ 10 മിനിറ്റിനകം ഞാൻ അവിടെ എത്തിയിരിക്കും. അല്ല, അത് ഞാൻ അനുഭവസ്ഥനാണ്. എനിക്ക് അതുകൊണ്ട് ആ കാര്യത്തിൽ ഉറപ്പുണ്ട്. കാരണം സാറിനെ സംബന്ധിച്ച് ഇത്രയും വർഷങ്ങളായിട്ട് പാൽക്കുളങ്ങര താമസിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കതറിയാം. പേട്ട എന്ന് പറയുന്ന ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ സ്ഥലം. ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും പഠിച്ച പള്ളിക്കൂടം, കുടിപ്പള്ളിക്കൂടം പേട്ടയിലാണ്. പല വീടുകളിൽ പോകുമ്പോഴും നാരായണ ഗുരുദേവൻ കിടന്ന ചാരു കസേര, നാരായണ ഗുരുദേവന്റെ ഇരുന്ന കസേര ഞങ്ങൾ കണ്ണിത്തോട്ട് കണ്ണി വെച്ചിട്ടാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. അങ്ങനെ ചരിത്രം ഉറങ്ങുന്ന ഈ നവോത്ഥാനത്തിന്റെ ഒരു ഉഴുതുമറിച്ച മണ്ണാണ് പേട്ട. കെ സുകുമാരൻ, കെ ബാലകൃഷ്ണൻ, പങ്കജാക്ഷൻ ഇവരെയൊക്കെ നമുക്ക് മറക്കാൻ ഒക്കും. ഈ നാടിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി രാഷ്ട്രീയം മാറ്റിവെച്ച് പ്രവർത്തിച്ചവരാണ്. അവരുടെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓരോ വീട്ടിലും പോയി വോട്ട് ചോദിക്കുന്നത്. സാറേ, ഒരു കാര്യം കൂടി. ഈ പേട്ടയ്ക്ക് തൊട്ടടുത്ത ഒരു വാർഡാണ് കടകംപള്ളി. ഇവിടുന്ന് അധികം ദൂരമില്ല. ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളി നിവാസിയായ ആളാണ് കടകംപള്ളി സുരേന്ദ്രൻ ആയിരുന്നു ദേവസ്വം മന്ത്രി. അപ്പോൾ സാറിന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചും അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്താണ്, അദ്ദേഹം കുറ്റക്കാരനാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്താണ്. ഇതിനെക്കുറിച്ച് സാറിന് എന്തെങ്കിലും പറയാനോ? വിശ്വാസികളായ ഓരോ ഹൈന്ദവ ജനതയ്ക്കും വളരെയധികം അടിയേറ്റ ഒരു സംഭവമാണ് ശബരിമലയിൽ സംഭവിച്ചത്. ഭഗവാന്റെ സ്വർണവും ഒക്കെ മോട്ടിച്ചോണ്ട് പോവാന്ന് പറയുന്നത് ചരിത്രത്തില് നമ്മുടെ ഒരു സിനിമ ഇറങ്ങിയല്ലോ. അതെ, അത് ഭഗവാൻ ഇത്രയും ശക്തനായതുകൊണ്ടാണ് ഇവരെ ഓരോരുത്തരായിട്ട് എണ്ണി പ്രത്യേകത വിടുന്നുണ്ട്. ശബരിമല കേവലം ഒരു ഹിന്ദു ആരാധനാലയം മാത്രമല്ല, അവിടെ എല്ലാ വിഭാഗക്കാർക്കും പ്രവേശനമുണ്ട്. അവർക്ക് വരാം, പ്രാർത്ഥിക്കാം, മടങ്ങിപ്പോകാം. അങ്ങനെയുള്ളൊരു ഒരു ശരിക്കും ഒരു മാനവ സമൂഹത്തിന് തന്നെ ഒരു ഉദാത്തമായ ഒരു ആരാധനാ സങ്കല്പമുള്ള സ്ഥലമാണ് ശബരിമല. അവിടെയാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ചോദിച്ചത്. എന്ന് മാത്രമല്ല, ഈ വാർഡെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള വാർഡാണ്. പഞ്ചമി ക്ഷേത്രം തൊട്ട് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള ഈ ക്ഷേത്രങ്ങൾക്കെല്ലാം എല്ലാം പേട്ട വാർഡാണ്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിലെല്ലാം പുനരുദ്ധാരണത്തിനും അവരുടെ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ. തീർച്ചയായും എന്തായാലും ഇന്നിപ്പോൾ ഈ
ഈ റോഡ് പണിയൊക്കെ ആയിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ് റോഡ് കണ്ടില്ലേ, കുളമായിട്ട് കിടക്കുകയാണ്. പക്ഷേ സാർ കച്ചവടക്കാരുടെ കച്ചവടം പോലും നേരെ നടക്കുന്നില്ല. അതെ അതെ. പക്ഷെ ഇതിനപ്പുറത്തേക്ക് ഈ റോഡിനപ്പുറത്തേക്ക് ആൾക്കാർ താമസിക്കുന്നുണ്ട്. സാറ് പറഞ്ഞതുപോലെ അവരുടെ ദൈനംദിന ജീവിതം വളരെയധികം ദുസ്സഹമായി. ഞാനൊരു BJP കാരനാണെങ്കിലും ഞാനൊരു അധ്യാപകനാണ്. കഴിഞ്ഞ പ്രാവശ്യം 2.5 ലക്ഷം വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു എന്നുള്ളതിന് ബഹുമാനപ്പെട്ട ഗവർണർ രാജ്ഭവനെ വിളിച്ച് എനിക്ക് ഗുരുവന്ദന അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. എൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് രാഷ്ട്രീയത്തെക്കാൾ ഉപരി ജനങ്ങളുടെ നന്മയാണ്. എന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും BJP കാരനും ഒരുപോലെ ഒറ്റ കണ്ണിൽ നോക്കി അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഞാൻ ഇല്ലാത്ത ആളിനും സമീപിക്കാം, ബാധ്യസ്ഥനാണ്. അതിലും പ്രശ്നമൊന്നുമില്ല. ഒന്നുമില്ല. അവർക്ക് വേണ്ടിയും തീർച്ച 24 മണിക്കൂർ. തീർച്ച. ശരി, തീർച്ചയായിട്ടും അങ്ങേക്ക് ഒരു മികച്ച വിജയം ആശംസിക്കുന്നു.